Hi, welcome to Retro Kadigan. It's me Nidin. Amen, released in 2013, directed by ലിജോ ജോസ് പല്ലശ്ശേരി. ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നതായിരിക്കും 2013 ഇറങ്ങിയ സിനിമയ്ക്ക് 2025 എന്ത് റിവ്യൂ ആണ് ഞാൻ ചെയ്യാമോ എന്നുള്ളത്. ഇത് റിവ്യൂ ഒന്നുമല്ല. ഈ സിനിമ എക്കാലവും ഒരു ഫ്രഷാണ്. ഇതിൻ്റെ കോണ്ടൻ്റ് ആയാലും ഇതിൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലായാലും ആൻഡ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഒരു സിനിമ എന്നുള്ള രീതിയിലും ഇനി വരും കാലങ്ങളിൽ പോലും അത് ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റൈലിലുള്ളൊരു സിനിമയാണ് ആമേൻ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആ സിനിമകളിലെല്ലാം എന്നാലും എല്ലാ സിനിമകൾക്കും ഒരു ഹിഡൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീക്രട്സ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളൊരു കാലഘട്ടം കൂടിയാണിത്. അപ്പം അത് ഹോളിവുഡിലും സംഭവിക്കുന്നുണ്ട്. ഈ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും അങ്ങനത്തെ കഥകൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പം ആമേനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിലും മറ്റു കാര്യങ്ങളിലും രസകരമായിട്ട് നമ്മളത് കാണുന്നൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് അതങ്ങനെ ഒന്നെങ്കിൽ അത് ചിന്തയിൽ കൊണ്ടു നടക്കണമെന്നില്ല. ഓഫ് കോഴ്സ് അറിയാമല്ലോ, ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ മറ്റ് ഡയറക്ടേഴ്സിനെ പോലല്ല, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ഡയറക്ടേഴ്സിനെ പോലല്ല. അദ്ദേഹം ഒരു സബ്ജക്റ്റിനെ സമീപിക്കുന്ന രീതിയായാലും ശരി, അത് നമ്മുടെ കണ്ണിൽ തരുന്നൊരു അദ്ദേഹത്തിൻ്റെ വിഷ്വലൈസേഷൻ ആയാലും ശരി, അതൊരു വേറൊരു പാത്ത് ബ്രേക്കിംഗ് സ്റ്റൈലാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഉള്ളതും പോലെ തന്നെ ആമേനകത്തും അത്യാവശ്യം ഹിഡൻ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് റീൽസും ഈ പടം ഇറങ്ങി ഇത്ര നാളുകൾക്കിടയിലും ഈ റീസെൻ്റ്ലി പോലും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും പറയുന്നുണ്ട്. ഒന്നെങ്കിൽ അതിലെ കഥയുടെ സാഹചര്യം, കഥയിലെ സാഹചര്യം ആയാലും ശരി, കഥാപാത്രങ്ങളുടെ സംസാര രീതിയായാലും ശരി, അവർ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയായാലും ശരി, ആ പശ്ചാത്തലമായാലും ശരി, എല്ലാത്തിനകത്തും ഒരു ഡിവൈനായിട്ടുള്ളൊരു അപ്രോച്ച് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അതിലൊരു ഹിഡൻ ഡീറ്റെയിൽ ഈ അടുത്ത് കണ്ട റീൽസിലെല്ലാം ഞാൻ കണ്ടത്, ഒന്നെങ്കിൽ ഒരു മേഘത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പുണ്യാളൻ കുമരംഗിരി കായലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സംഭവം. പിന്നെ അറിയാലോ, ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഫാദർ വിൻസെൻ്റ് റോളി എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യവും ആ സാഹചര്യത്തിൽ അത് പുണ്യാളനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണെന്നുള്ളതൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽസും, പിന്നെ ശശിങ്കലിങ് അവതരിപ്പിച്ച കഥാപാത്രം പ്രതിമകളോട് സംസാരിക്കുന്ന സംഭവങ്ങളായാലും ശരി, ഇതിനെല്ലാം ഇതെല്ലാം ഒരു ടോക്കാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഈ അടുത്ത് കണ്ട റീൽസിലൊന്നും ഈ ഒരു ഡീറ്റെയിലിനെ പറ്റി ആരും പറയുന്നതായിട്ട് കേട്ടില്ല. കാരണം അത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എ ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞിട്ട്. അത് കൂടാതെ ഡിവൈൻ കോമഡി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്യുവർ ആർട്ടാണ്. ആ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു കഥാപാത്രം അധികം പ്രൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നി. ആ കഥാപാത്രം ഈ സിനിമയുടെ കഥ തുടങ്ങുന്ന സാഹചര്യം തൊട്ട്, കഥ തുടങ്ങുന്നത് രണ്ട് ഫാമിലികൾക്കിടയിൽ ആ സിനിമയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ വന്ന് ഒരു റൈവൽറി ക്രിയേറ്റ് ചെയ്ത് അതൊരു ഗ്രൂപ്പിസമായിട്ട് മാറി അത്
പിന്നീട് പള്ളികളിലേക്ക് അവിടുത്തെ പള്ളിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പിന്നെ അത് ശോശന്ന, സോളമൻ എന്നുള്ളൊരു ലവ് ട്രാക്കിലൂടെയും ഇവരുടെയൊക്കെ ലൈഫിലേക്ക് ഫാദർ വിൻസെൻ്റ് മട്ടോളി വരുന്നതും അത് പിന്നീടൊരു വലിയൊരു റെവല്യൂഷനിലേക്കൊക്കെ പോകുന്നതും രീതിയിലാണ് പോയിരിക്കുന്നത്. ഈ കഥ നടക്കുന്ന സാഹചര്യം തൊട്ട് പടത്തിൻ്റെ അവസാനം വരെ റെലവൻറ്റ് സിറ്റുവേഷൻസിലെല്ലാം ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ട്. ആ കഥാപാത്രത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അതൊരു തെങ്ങുകയറ്റക്കാരനാണ്. തെങ്ങുകയറ്റക്കാരനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഗോകുൽ എന്ന് പറയുന്നൊരു ആക്ടറാണ്. അറിയാം, പുണ്യാളൻ, അഗർപതീസിലൊക്കെ അഭിനയിച്ച ഒരു ആക്ടറാണ്. പ്രേക്ഷകർക്ക് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ തെങ്ങുകയറ്റക്കാരൻ്റെ ഒരു ലെയർ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദൈവമായിട്ടാണ് തോന്നിയത്. കാരണം ഈ സിനിമയിൽ പുണ്യാളനുണ്ട്, പക്ഷേ ഈ കഥ നടക്കുന്ന എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള സീക്വൻസിലെല്ലാം ഈ തെങ്ങേറ്റക്കാരനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം എപ്പോഴും തെങ്ങിൻ്റെ മുകളിൽ തന്നെയാണ്, താഴോട്ട് ഇറങ്ങുന്നില്ല. നമ്മളെല്ലാവരും പറയാറുണ്ട് എല്ലാം മുകളിൽ നിന്ന് ഒരുത്തൻ കാണുന്നുണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പം ദൈവമാണ് അത്. അപ്പം ഇതിനകത്ത് കുറേ ആ തെങ്ങേറ്റക്കാരൻ ദൈവമാണെന്നുള്ള കുറേ ഹിൻസ് തന്നിട്ടുള്ളത് പോലെ തോന്നി. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ തുടങ്ങുന്ന ആ ഫാമിലിയുടെ റൈവൽറി ക്രിയേറ്റ് ചെയ്യുന്ന ആള് ആ പൊതി കൊണ്ടുവന്ന് വെക്കുമ്പം ഇത് മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ഇയാൾ ആ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ഇത് കാണുന്നുണ്ട്. ആ തെങ്ങേറ്റക്കാരൻ ഇയാളെ കുറ്റം പറയുന്നുമുണ്ട്. അതിനുശേഷം ഈ കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴും തെങ്ങേറ്റക്കാരൻ അവിടുത്തെ തെങ്ങിലുമുണ്ട്. ഇവർ തമ്മിലുള്ള ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വഴക്കും ബഹളങ്ങളുമൊക്കെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ സംഭവം പൊതി കൊണ്ട് വെച്ചത് ഇയാളാണെന്ന് തെങ്ങേറ്റക്കാരന് അറിയാം. പക്ഷേ അയാൾ അവിടെ അത് മുകളിൽ നിന്നുകൊണ്ടത് പറയുന്നില്ല. അയാൾ മുകളിൽ നിന്ന് ഈ വഴക്ക് കാണുന്നേ ഉള്ളൂ. പിന്നുള്ള ഹിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഏറ്റവും നല്ല ഹിൻ്റായിട്ട് തോന്നിയത് സോളമനും ശോശന്നയും കപ്പ്യാരും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ആ സീൻ, ഒരു തോട്ടിന് മേലെയുള്ള ഒരു പാലത്തിൽ നിൽക്കുന്ന സീനിൽ കപ്പ്യാര് സോളമനെ സെമിനാരിയിലേക്ക് ചേർക്കാനായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ഒരു സിറ്റുവേഷനാണത്. അപ്പം കപ്പ്യാര് പറയുന്നുണ്ട് ശോശൻ്റെ അടുത്ത്, സോളമന് ദൈവവിളി കിട്ടി, അത് സെമിനാരിയിൽ ചേർക്കണമെന്നുള്ള രീതിയിൽ പറയുമ്പം ശോശന പറയുന്നുണ്ട്, ഏത് ദൈവമാണ് വിളിച്ചത്, ആ ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തരൂ എന്നുള്ള ഡയലോഗ് പറയുമ്പോൾ പിന്നെ ഈ തെങ്ങേറ്റക്കാരൻ അവിടെയും അപ്പിയർ ചെയ്യുന്നുണ്ട്. അയാൾ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അതായത് ശോശനയുടെ ഡയലോഗിന് കൗണ്ടറായിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, ആര് വിളിച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഏറ്റവും വലിയൊരു ഹിൻ്റായിട്ടൊക്കെ തോന്നി. പിന്നെ ഇന്ദ്രജിത്ത്, ഫാദർ വിൻസെൻ്റ് മട്ടോളി ഇൻട്രൊഡ്യൂസ് ആവുന്ന ആ സിറ്റുവേഷനിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന് എല്ലാ പ്രതിപുരുഷന്മാരും ഉണ്ട്. അപ്പം എന്തായാലും ആ പ്രതിപുരുഷന് എന്തായാലും പരിചയം കാണും ദൈവത്തിന്. അപ്പം പുണ്യാളൻ, ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന പുണ്യാളൻ എന്ന് പറയുന്ന ക്യാരക്ടർ ദൈവത്തിന് പരിചയമുള്ളത് കൊണ്ടാണോ ആ തെങ്ങിൻ്റെ മണ്ടിൽ നിന്ന് ഒരു ഡയലോഗ് ചോദിക്കുന്നത്, ഇതാര് പുണ്യാളനോ, കയ്യിൽ കുന്തമൊക്കെ ഉണ്ടല്ലോ, കയ്യിൽ ഗിറ്റാർ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പം കയ്യിൽ കുന്തമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇനിയൊരു കുതിരയുടെ കുറവും കൂടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞിട്ടാണ് തെങ്ങിൻ്റെ മണ്ടയിലോട്ട് കയറുന്നത്. അപ്പം ഇങ്ങനെ കുറേ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിരുന്നാലും അതൊരു നല്ലൊരു പുതിയൊരു സംഭവമാണ്. അതൊരു പ്യുവർ ആർട്ടാണ്. മേ ബി അതിനെപ്പറ്റി റെവല്യൂഷൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓൺ ഇറ്റ്. അപ്പം എന്തായാലും ദൈവത്തെ എനിക്ക് തോന്നിയതാണ്, എനിക്ക് പേഴ്സണലി തോന്നിയാണ് ദൈവത്തെ തെങ്ങുകയറ്റക്കാരനായിട്ട് ചിത്രീകരിച്ച്
ലിജോസ് പല്ലശ്ശേരി. അടിപൊളി. താങ്ക് യു.